ഈ കൂടോത്രം ആഭിചാരം ഉണ്ടോ? ദുർമന്ത്രവാദം ഒരു വ്യക്തിയെ അപായപ്പെടുത്താൻ കഴിയുമോ? കേരളത്തിലെ വളരെ വർഷങ്ങൾ കൊണ്ട് ജ്യോതിഷവും പൂജാതി കാര്യങ്ങളും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കേശവൻ നമ്പൂതിരി തിരുമേനിക്ക് ABC മലയാളത്തിലേക്ക് സ്വാഗതം. നമസ്തേ. ABC മീഡിയ ഇങ്ങനൊരു സംഭവം ഡിസ്കസ് ചെയ്യാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് സമൂഹത്തിൽ ഒത്തിരി അസ്ട്രോളജേഴ്സ് പല വിഭാഗത്തിലുള്ള ആൾക്കാർ കൺസൾട്ടേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ബന്ധിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കൂടോത്രം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ദുർമന്ത്രവാദം ചെയ്തിട്ടുണ്ട്, അത് എത്രത്തോളം ശരിയാണ്? അത് ജാതകത്തിൽ നിന്ന് ഏത് ഭാവത്തിൽ നിന്നായിരിക്കും കണ്ടെത്താൻ കഴിയുക? തിരുമേനി ഒന്ന് വിശദീകരിക്കുകയാണെങ്കിൽ വളരെ സന്തോഷം. ഇത് വളരെ കാലങ്ങളായിട്ട് തന്നെ നിലനിൽക്കുന്ന ഒരു വിശ്വാസമാണ് മന്ത്രവാദം എന്നത്. ഈ മന്ത്രവാദത്തെ സംബന്ധിച്ച് മന്ത്രവാദം എന്ന വിഷയം ഭാരതത്തിൽ മാത്രമല്ല ലോകത്തിൻ്റെ വിഭിന്ന ഭാഗങ്ങളിലും പ്രാചീന കാലഘട്ടം തന്നെ നിലനിന്ന് വരുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ ഇത് ആദ്യം തന്നെ ഈ മന്ത്രവാദം എന്ന ക്രിയ സത്മന്ത്രവാദം, സത്ത് അസത്ത്, അതായത് സത്മന്ത്രവാദമെന്നും നിർമന്ത്രവാദമെന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മന്ത്രവാദം എന്നാൽ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ പ്രകൃതി ശക്തികളെയും അതുപോലെ തന്നെ പലവിധത്തിലുള്ള ആപത്തുകളെയും മന്ത്രശക്തി കൊണ്ട് നിയന്ത്രിക്കുവാനോ അല്ലെങ്കിൽ അവയെ ഇല്ലാതാക്കുവാനോ സാധ്യമാകുമെന്നുള്ള വിശ്വാസമാണ് മന്ത്രവാദത്തിന് അടിസ്ഥാനമെന്നത്. ഇത് യഥാർത്ഥത്തിൽ പ്രാചീന മനുഷ്യൻ വികസിപ്പിച്ചെടുത്ത വളരെ മനോഹരമായ കല എന്ന് തന്നെ വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. കാരണം ഈ മന്ത്രവാദത്തിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് മന്ത്രങ്ങളാണ്. അപ്പോൾ ഈ മന്ത്രങ്ങൾ ജപിക്കുന്ന സമയത്ത് ഒരു ശബ്ദമുണ്ടാകും അല്ലേ? അപ്പോൾ ഈ ശബ്ദത്തിന് ഒരു പ്രത്യേകമായ ശക്തിവിശേഷമുണ്ട്. അതുപോലെ തന്നെ ഈ മന്ത്രം എന്നത് അക്ഷരങ്ങളാണ്. ഈ അക്ഷരങ്ങൾക്കും ഒരു പ്രത്യേകമായ ശക്തിവിശേഷമുണ്ട്. അപ്പോൾ ഈ മന്ത്രങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിലൂടെ ഉളവാകുന്ന ശക്തിവിശേഷവും അത് അക്ഷരങ്ങളുടെ കൂട്ടമായതുകൊണ്ട് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഉള്ളതായ പ്രത്യേകമായ ശക്തിവിശേഷവും കൂടിയിട്ട് മനുഷ്യൻ്റെ മനസ്സിനെ പ്രബുദ്ധമാക്കിക്കൊണ്ട് കാര്യസിദ്ധി അല്ലെങ്കിൽ അഭീഷ്ടസിദ്ധി നേടാൻ ഒതുങ്ങുന്ന ഒരു ശ്രേഷ്ഠമായൊരു കലയാണ് മന്ത്രവാദം എന്ന് പറയാം. അപ്പോൾ ഈ ശബ്ദശക്തിയും ഈ അക്ഷരങ്ങളുടെ ശക്തിയും അതോടൊപ്പം തന്നെ ദൃശ്യതന്ത്രങ്ങളും ഉപയോഗിക്കും. മന്ത്രവാദത്തിൽ നമ്മൾ കണ്ടുണ്ടാവും മന്ത്രവാദ കളങ്ങളും പലവിധത്തിലുള്ള അലങ്കാരങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ പലവിധത്തിലുള്ള ദൃശ്യതന്ത്രങ്ങളാണ്. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിനെ ഇതെല്ലാം സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഇവയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ്റെ മനസ്സിൻ്റെ ശക്തികളെ വിപുലീകരിച്ചുകൊണ്ട് അവന് കാര്യസിദ്ധി നേടുന്നതിനുള്ള ഒരു ഉപാധിയാണ്. അപ്പോൾ അങ്ങനെ മനുഷ്യൻ്റെ മനഃശക്തിയെ വിപുലീകരിച്ച് അതിനെ കർമ്മക്ഷമമാകുന്ന രീതിയിൽ മാറ്റിയെടുത്തുകൊണ്ട് ഏകോന്മുഖമാക്കി പ്രവഹിപ്പിക്കുന്ന ഒരു ഉപാധിയാണ് മന്ത്രവാദം എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിൻ്റെ ശക്തികൾ ഒന്നിലേക്ക് മാത്രമായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് കാര്യസിദ്ധി നേടാൻ സാധ്യമാകും. ഇതൊരു മനഃശാസ്ത്ര തത്വം കൂടിയാണ്. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ശക്തി എന്ന് പറയുന്നത് സീമാതീതമാണ്. ഇതിനെ ഇന്ന് ആധുനിക മനഃശാസ്ത്രവും കൂടി അംഗീകരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അസാധ്യമായിട്ട് നമുക്കൊന്നുമില്ല എന്നുള്ളത്. കാരണം മനുഷ്യൻ്റെ മനസ്സിന് അത്രമാത്രം ഭാരമായ ശക്തി വിശേഷങ്ങളുണ്ട്, സാധ്യതകളുള്ളതാണ് മനുഷ്യ മനസ്സ്. അപ്പോൾ ഈ സാധ്യതകളെ വിപുലപ്പെടുത്തുവാനായിട്ട് അവൻ്റെ മനസ്സിനെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ ഈ മാന്ത്രിക ക്രിയകളിലൂടെ, മന്ത്രശബ്ദങ്ങളിലൂടെയും അക്ഷരശക്തികളിലൂടെയും ദൃശ്യതന്ത്ര ക്രിയകളിലൂടെയും എല്ലാം അവൻ്റെ മനസ്സിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഈ മനഃശക്തി വിപുലീകരിച്ചുകൊണ്ട് ഈ അഭീഷ്ടസിദ്ധി നേടുന്നതിനുള്ള ഒരു മാർഗമാണിത്. അപ്പോൾ അത് പലവിധത്തിലുള്ളതായ പ്രകൃതി കോപങ്ങൾ, രോഗാദി ഉപദ്രവങ്ങൾ, ബാധ, ശത്രു തുടങ്ങിയതായ നമ്മൾ വീക്ഷിക്കുന്നതായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള എനർജികൾ, ഇതിൽ നിന്നൊക്കെ രക്ഷ നേടുന്നതിന് പ്രാചീന കാലം മുതൽ തന്നെ മനുഷ്യൻ ഈ ഒരു പദ്ധതിയെ ആശ്രയിച്ചിരുന്നു എന്ന് തന്നെ വേണം പറയുവാൻ. കാരണം നമുക്ക് അഥർവാദെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ ഈ ശത്രുബാധകളിൽ നിന്ന് രക്ഷ നേടുന്നതിന്, രോഗങ്ങളിൽ നിന്നുള്ള മോചനത്തിനൊക്കെ ആയിട്ട് പല വിധത്തിലുള്ള മന്ത്രി ഔഷധികളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേദത്തിന് അത്രയും കാലപ്പഴക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടം, അത്രയും കാലഘട്ടം മുതൽ തന്നെ ആ കാലഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ളതായ വിശ്വാസങ്ങളും ഇത്തരത്തിലുള്ളതായ കർമ്മപദ്ധതികളൊക്കെ ഇവിടെ നിലവിലുണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുവാനായിട്ട്. അപ്പോൾ ഈ മന്ത്രവാദത്തിൽ ഇത് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, സത്മന്ത്രവാദമെന്നും. അതിൽ ഇതിനെ തന്നെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്.
സാത്വികം, രാജസികം, താമസികം എന്നിങ്ങനെ. അതായത് സത്വം, രജസ്, തമസ് ഇത് 3 ഗുണങ്ങളാണ്. ഓരോ ഗുണങ്ങളാണ്. ഇതിന് 3 ത്രിഗുണങ്ങൾ എന്നാണ് ഇതറിയപ്പെടുന്നത്. ഈ ത്രിഗുണങ്ങൾ ഇതിനെ 3ആയിട്ട് തിരിച്ചിരിക്കുന്ന പോലെ തന്നെ എല്ലാ മനുഷ്യരും ഈ 3 ഗുണങ്ങളോട് കൂടിയവരാണ്. ഗുണാധിക്യത്തിനനുസരിച്ചിട്ട് സാത്വികനെന്നും രാജസികനെന്നും താമസികനെന്നും അവനെ വിശേഷിപ്പിക്കും. അപ്പോൾ സത്വഗുണം കൂടിയും രജോ തമോ ഗുണങ്ങൾ കുറഞ്ഞിരിക്കുന്നവൻ സാത്വികനാണ്. രജസ് കൂടിയും സത്വ തമോ ഗുണങ്ങൾ കുറഞ്ഞിരിക്കുന്നവൻ രാജസികനാണ്. തമസ് കൂടിയും സത്വ രജ ഗുണങ്ങൾ കുറഞ്ഞിരിക്കുന്നവൻ താമസികനാണ്. ഇങ്ങനെ വ്യക്തികളിൽ ഈ 3 ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്ന പോലെ മന്ത്രങ്ങൾക്കും ഈ 3 ഭേദങ്ങളുണ്ട്. സാത്വിക മന്ത്രങ്ങൾ, രാജസീയ മന്ത്രങ്ങൾ, താമസിക മന്ത്രങ്ങൾ എന്നിങ്ങനെയുള്ള ഭേദങ്ങളുണ്ട്. മന്ത്രമൂർത്തികൾക്കും ഇത്തരത്തിലുള്ള ഭേദങ്ങളുണ്ട്, വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ഈ സാത്വികരായിട്ടുള്ള വ്യക്തികൾ സാത്വിക മന്ത്രങ്ങളെ കൊണ്ട് സാത്വികരായിട്ടുള്ള ദേവതമാരെ ആണ് ഉപാസിക്കുക. രാജസികർ രാജസിക ഗുണങ്ങളോട് കൂടിയവർ രാജസിക മന്ത്രങ്ങളെ കൊണ്ട് രാജസിക മൂർത്തികളെയും, താമസികരും അപ്രകാരം തന്നെ താമസിക മന്ത്രങ്ങളെ കൊണ്ട് താമസിക മൂർത്തികളുമാണ് ഉപാസിക്കുക. ഇത് ദുർമന്ത്രവാദം എന്ന വിഷയം രാജസികവും താമസികവുമായിട്ടുള്ള ഒരു വിഭാഗത്തിലേക്കാണ് വരുന്നത്. അതായത് രാജസിക താമസിക മൂർത്തികളെ കൊണ്ടാണ് ഇതധികവും ചെയ്യുക. സാത്വികമായിട്ടുള്ള മന്ത്രവാദത്തിൽ സാത്വികരായിട്ടുള്ള മൂർത്തികളെ കൊണ്ട് സാത്വികമായ മന്ത്രങ്ങളെ കൊണ്ടാണ് ചെയ്യുന്നത്. സാത്വിക ഗുണങ്ങളുള്ളവർ മാത്രമേ, സാത്വികരായിട്ടുള്ളവർ മാത്രമേ സാത്വിക കർമാനുഷ്ഠാനത്തിലൂടെ ഇത് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ക്രിയകൾ, ഇത് ഈ മന്ത്രവാദം എന്നത് 6 ക്രിയകളാണ് ഇതിൽ അന്തർഭവിച്ചിരിക്കുന്നത്. ശാന്തി, വശ്യം, സ്തംഭനം, വിദ്വേഷണം, ഉച്ചാടനം, മാരണം എന്നിങ്ങനെ 6 ക്രിയകളാണ് മന്ത്രവാദത്തിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ശാന്തി എന്ന് പറയുന്നത് രോഗാദി അനിഷ്ടങ്ങൾക്കെല്ലാം ശാന്തി ഉണ്ടാകുകയും പാപമോചനം ഉണ്ടാവുക എന്നുള്ളതാണ് ശാന്തി കർമ്മത്തിൻ്റെ ഫലം എന്ന് പറയുന്നത്. സ്തംഭനം എന്ന് പറയുന്നത് വ്യക്തിയുടെ പ്രവർത്തനങ്ങളെ സ്തംഭിപ്പിക്കുക എന്നുള്ളതാണ്. വൃത്തി നിരോധനം എന്നും ഇതിനെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു വ്യക്തി നമുക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ളതായ പ്രവർത്തനങ്ങൾ, കുത്സിത പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങളെ, ആ വ്യക്തിയെ തന്നെ പൂർണ്ണമായിട്ട് നിശ്ചേഷ്ടനാക്കി കളയുക, അപ്പോൾ ചലിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കി മാറ്റുന്ന ഒരു പദ്ധതിയാണ്. ദുർമന്ത്രവാദത്തിലൊക്കെ പെടുന്ന ഒരു ക്രിയകളുണ്ട് അതിലൊക്കെ. അപ്പോൾ അതാണ് സ്തംഭനം എന്നത്. പക്ഷേ അതിന് സാത്വികകർമ്മത്തിലൂടെയും നമുക്ക് ചെയ്യാം. സാത്വികകർമ്മത്തിലൂടെ ആ വ്യക്തിയിൽ ഈ ചെയ്യുന്നതായ കർമ്മങ്ങളുള്ള ഈ വ്യക്തിയോടുള്ള മനോഭാവം മാറ്റിക്കൊണ്ട് അവിടെ വ്യക്തിയെ നമ്മൾ ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ വ്യക്തികളെ ചലനശേഷിയെ നഷ്ടപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. സാത്വികമായ കർമ്മങ്ങളിലൂടെ വ്യക്തിക്ക് നമ്മളോടുള്ള ആ ഒരു വിദ്വേഷം ഇല്ലാതാക്കിക്കൊണ്ട് അത് നമ്മളോടൊരു സ്നേഹം ഉണ്ടാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. പിന്നെയാണ് വശ്യം എന്നത്. ഈ വശ്യം എന്നത് ആകർഷണം, വശ്യത ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എതിരാളിക്ക് നമ്മളോട് അനുകൂലമായിട്ടുള്ള ഒരു മനോഭാവം ഉണ്ടാക്കിയെടുക്കുക, അതാണ്. ഇപ്പോൾ എതിരാളി നമുക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റിക്കൊണ്ട് ആ വ്യക്തിയെ നമ്മുടെ ചിന്തകൾക്ക് അനുസൃതമാക്കിക്കൊണ്ട് ആ വ്യക്തിയെ നമുക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കുക. അതാണ് ഈ വശ്യം എന്ന ക്രിയകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ലോകവശ്യം, രാജവശ്യം, പുരുഷവശ്യം, സ്ത്രീവശ്യം എന്നിങ്ങനെ പല വിധത്തിലുള്ളതായ വശ്യകർമ്മങ്ങളുണ്ട്. ഇതിനെ നമുക്ക് സാത്വികമായിട്ടും താമസികമായിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ സാത്വികമാണ് എപ്പോഴും നമുക്ക് ഉത്തമമായിട്ടുള്ളത്. പിന്നെ വിദ്വേഷണം എന്ന് പറയുന്നത് 2 വ്യക്തികളെ തമ്മിൽ, സ്നേഹിതന്മാരായിട്ടുള്ള വ്യക്തികളെ തമ്മിൽ പരസ്പരം വിദ്വേഷിപ്പിച്ച് അവരെ പിണക്കി മാറ്റുന്നൊരു പ്രക്രിയയാണ്. അപ്പോൾ എനിക്ക് 2 ശത്രുക്കളുണ്ട്. ഈ 2 ശത്രുക്കൾ പരസ്പരം സ്നേഹിതന്മാരാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ 2 ശത്രുക്കളെയും അവർ സ്നേഹിതരാണല്ലോ. അപ്പോൾ ആ 2 ശത്രുക്കളെയും പരസ്പരം ശത്രുക്കളാക്കി മാറ്റണം, അവരെ പിണക്കണം. അങ്ങനെ അവരെ പിണക്കിക്കൊണ്ട് അവർ 2 പേരും എൻ്റെ സ്നേഹിതന്മാരാക്കി മാറുക. ഈ ഒരു ക്രിയയാണ് ഈ വിദ്വേഷണം എന്ന ക്രിയയിലൂടെ സാധ്യമാക്കുന്നത്. ഇവിടെയും സാധ്യ കർമ്മങ്ങളിലൂടെ നമുക്ക് അത് നേരെയാക്കി എടുക്കാവുന്നതാണ്. പിന്നെ വരുന്നത് ഉച്ചാടനം എന്നുള്ള ക്രിയയാണ്. ഉച്ചാടനം എന്ന ക്രിയ ഒരു വ്യക്തിയെ സ്ഥാനഭ്രംശം, അതായത് ഒരു വ്യക്തിയെ ആ നിശ്ചിത സ്ഥലത്തു നിന്നും താഴേക്ക് പതിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അവിടെ നിന്നും അവൻ ദൂരസ്ഥലങ്ങളിലേക്ക് ഓടിച്ചു വിടുക, അങ്ങനെ ഒരു ക്രിയയാണ് ഉച്ചാരണ. സ്ഥാനഭ്രംശം സംഭവിപ്പിക്കുന്ന ഒരു അവസ്ഥയാണത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ സാത്വിക കർമ്മങ്ങളിലൂടെ ഈ പറയുന്ന വ്യക്തിയുടെ മനസ്സിൻ്റെ അവസ്ഥകളിലൊക്കെ മാറ്റം ഉണ്ടാക്കുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ അന്യദേശത്തേക്ക് പോകേണ്ടി വരുന്നൊരവസ്ഥ സംജാതമാക്കുകയോ ചെയ്യാം. സാത്വിക കർമ്മങ്ങളിലൂടെ സാധ്യമാണത്. 6ാമത് വരുന്ന ക്രിയയാണ് മാരണം എന്ന ക്രിയ. ഇത് മാരണം എന്നത് പ്രാണപ്രഹരണം എന്നാണ് അതിനെ പറയുന്നത്. പ്രാണനെ ഹരിക്കുന്ന
ക്രിയയാണത്. വ്യക്തിയുടെ പ്രാണനെ എടുക്കുന്ന കൊല്ലുന്ന ഒരു ക്രിയയാണ് ഈ മാരണം എന്ന ക്രിയ എന്ന് പറയുന്നത്. അപ്പോൾ ദുർമന്ത്രവാദത്തിലൂടെ ആ വ്യക്തിയുടെ പ്രാണനെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ മരണതുല്യമായിട്ടുള്ള അവസ്ഥ ആ വ്യക്തിക്ക് ഉളവാക്കുക, ഇതാണ് ദുർമന്ത്രവാദത്തിലൂടെ സാധ്യമാകുന്നത്. അത് സാത്വിക കർമ്മങ്ങളിലൂടെ നമുക്കിതിനെ പരിഹരിക്കാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാത്വികർമ്മങ്ങളിലൂടെ നമ്മളവിടെ ഹരിക്കുന്നുണ്ട്. തിരുമേനി, ഈ പരിഹരിക്കുന്നതിന് മുൻപായിട്ട് ഈ ജാതകത്തിൽ ഓരോ ഭാവത്തിലും ഇപ്പം 6ഉം 8ഉം ഭാവത്തിലാണല്ലോ ഒരു ബന്ധനം ആണ് എന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഒരു ജ്യോതിഷി പറയുകയാണ് നിങ്ങൾ ബന്ധനസ്ഥനാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ മില്ലിനേഴ്സ് നമുക്ക് ബന്ധനസ്ഥനാക്കിക്കൂടെ? ഒരുപാട് ക്വസ്റ്റ്യൻസ് അവിടെ വരുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഫോർ എക്സാമ്പിൾ ഞാനൊരു ധനികനാണ്, എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ടാവും, എന്നെ ഈസിയായിട്ട് ബന്ധിപ്പിച്ചൂടെ? അപ്പോൾ ഇത് എങ്ങനെ ഈ ബന്ധനമുണ്ടെന്ന് അറിയാൻ പറ്റും തിരുമേനി? ഒന്ന്, നമ്മൾ ജ്യോതിഷത്തിൽ പ്രശ്നമാർഗം, പ്രത്യേകിച്ച് കേരളത്തിൽ പ്രധാനമായിട്ടും പ്രശ്നമാർഗത്തെയാണ് ഉപയോഗിക്കുന്നത്. ഈ പ്രശ്നമാർഗത്തിൽ ഈ ബന്ധനം എന്ന അവസ്ഥയ്ക്ക് ബാധാതി ദോഷങ്ങളെ കൊണ്ട് സംഭവിക്കുന്നതാണല്ലോ. അപ്പോൾ അതിനെ കണ്ടെത്തുന്നതിനുള്ള വിഭിന്നങ്ങളായിട്ടുള്ള മാർഗങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ദേവൈർവി ധർമ്മദേവൈഹി ഫണി പിതൃഗുരുഭിർ ബ്രാഹ്മണൈ പ്രേതഭൂതൈഹി എന്നിങ്ങനെ തുടങ്ങുന്ന ഒരു ശ്ലോകം തന്നെ ഉണ്ടതിന്. അപ്പോൾ ദേവകോപം, ദേവബാധ, ധർമ്മദേവതാബാധ, ഫണി അഥവാ സർപ്പബാധ, പിതൃക്കളുടെ ശാപദോഷാദികളെ കൊണ്ടുണ്ടാകുന്ന ബാധകൾ, ഗുരുക്കന്മാരുടെ ശാപദോഷാദികളെ കൊണ്ടുണ്ടാകുന്ന ബാധകൾ, അതുപോലെ തന്നെ ബ്രാഹ്മണരുടെ ശാപാദികളെ കൊണ്ടുണ്ടാകുന്ന ബാധകൾ, പ്രേതഭൂതൈഹി പ്രേതഭൂതാദികളെ കൊണ്ടുവന്ന ബാധകൾ, ദൃക്ഭവ വാഗ്ഭവാവ ദൃഷ്ടിദോഷങ്ങൾ, വാഗ്ദോഷങ്ങൾ, ഇവയെ കൊണ്ടുണ്ടാകുന്നതായിട്ടുള്ള ബാധാദോഷങ്ങൾ എന്നിങ്ങനെ വിഭിന്നങ്ങളായിട്ടുള്ള ബാധാദോഷങ്ങളും അവയ്ക്കുള്ള പ്രതിവിധികളെയും അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു പ്രശ്നത്തിൽ നമ്മളൊരു വ്യക്തിയുടെ പ്രശ്നം ചിന്തിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് ബാധാദോഷമുണ്ടോ എന്നുള്ളതാണ് പ്രധാനം ചിന്തിക്കേണ്ടത്. അപ്പോൾ പ്രശ്നത്തിന് ആരൂഢമാണ് എപ്പോഴും പ്രധാനമായിട്ട് എടുക്കുക. നമ്മുടെ ജാതകത്തിൽ ലഗ്നം എടുക്കുന്ന പോലെ തന്നെ, ഉദയലഗ്നം, ചന്ദ്രലഗ്നം എന്നിങ്ങനെ എടുക്കുന്ന പോലെ തന്നെ പ്രശ്നത്തിൽ ആരൂഢ ലഗ്നത്തിനാണ് വളരെ പ്രാധാന്യമുള്ളത്. അപ്പോൾ ഈ ആരൂഢത്തിൽ ബാധകാധിപൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ വന്നാൽ, അപ്പോൾ ആരൂഢാധിപൻ ബാധാരാശി നിൽക്കുകയോ ബാധകാധിപൻ ആരൂഢരാശി നിൽക്കുകയോ രണ്ടുപേരും പരസ്പരം പരിവർത്തനം ചെയ്യുകയോ പരസ്പരം ദൃഷ്ടി ചെയ്യുകയോ യോഗം ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ആരൂഢവും ബാധാരാശിയുമായിട്ടൊരു ബന്ധം വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ബാധാദോഷമുണ്ട് എന്ന് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ഇനി അത് ഏത് തരത്തിലുള്ള ബാധാദോഷങ്ങളെയാണ് എന്ന് നിർണ്ണയിക്കുക. അപ്പോൾ ഈ ബാധാസ്ഥാനത്തിന് 6ാം ഭാവമായിട്ട് ബന്ധം വരണം. 6ാം ഭാവം എന്ന് പറയുന്നത് ശത്രുസ്ഥാനമാണ്. ജ്യോതിഷത്തിലെ 6ാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുക ശത്രുക്കളാണ്. രോഗ, ശത്രു, കടം തുടങ്ങിയ ഭാവമാണ് 6ാം ഭാവം. അപ്പോൾ ഈ 6ാം ഭാവവുമായിട്ട് ബാധാരാശിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം വന്നാൽ വ്യക്തിക്ക് ബാധയുണ്ടായിരിക്കുന്നത് ശത്രുബാധ നിമിത്തമാണ്. അപ്പോൾ 6ാം ഭാവാധിപൻ ബാധാരാശി നിൽക്കാം, ബാധകാധിപൻ 6ാം ഭാവത്തിൽ നിൽക്കാം, അംശിക്കാം, പരസ്പരം ദൃഷ്ടി ചെയ്യാം, യോഗം ചെയ്യാം, അതുപോലെ തന്നെ പരസ്പരം പരിവർത്തനം ചെയ്ത് നിൽക്കാം, രാശി മാറി നിൽക്കാം. ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ വന്നു കഴിഞ്ഞാൽ, ലക്ഷണങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ശത്രുബാധയുണ്ട് എന്നുറപ്പിക്കാം. ഇതിൽ ലക്ഷണങ്ങളുടെ എണ്ണം കൂടും തോറും അതിൻ്റെ ദോഷങ്ങളുടെ തീവ്രതയും കൂടുതലാണ്. വളരെ ഇങ്ങനെ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കൂടോത്രം, അഭിചാരം ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഒരാളെ നമുക്ക് ഈസിയായിട്ട് തകർക്കാൻ കഴിയും എന്നുള്ളതാണ് തിരുമേനി പറയുന്നത്. അങ്ങനെയല്ല, നമുക്ക് ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നല്ലോ, അഭിചാരം, കൂടോത്രം തുടങ്ങിയ കർമ്മങ്ങളൊക്കെ ദുർമാന്ത്രികത്തിൽപ്പെടുന്നതായ കർമ്മങ്ങളാണ്. ഇതിലൂടെ നമുക്ക് ഒരു വ്യക്തിയുടെ ചലനങ്ങളിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി തീർക്കാൻ സാധ്യമാണ്. പക്ഷേ അവിടെ ചിന്തിക്കേണ്ട ഒരു വിഷയം, ഇത് ചെയ്യുന്ന വ്യക്തി, അതായത് ഏത് കർമ്മിയാണോ ഇത് ചെയ്യുന്നത്, ഏത് മാന്ത്രികനാണോ ചെയ്യുന്നത്, ആ വ്യക്തി അതിന് പ്രാപ്തനായിരിക്കണം. അല്ലാത്തവർക്ക് സാധ്യമല്ല. കാരണം ഒരു മാന്ത്രികൻ്റെ ജീവിതം എപ്രകാരമായിരിക്കണം, ഒരു മാന്ത്രികൻ്റെ അനുഷ്ഠാന കർമ്മങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ വ്യക്തമായിട്ട് തന്നെ മന്ത്രശാസ്ത്രത്തിൽ, മാന്ത്രിക ശാസ്ത്രങ്ങളിൽ വർണ്ണിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്, വിവരിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു വ്യക്തി നിത്യേന ചെയ്യേണ്ടതായ അനുഷ്ഠാന കർമ്മങ്ങളുണ്ട്. അവൻ മന്ത്ര ജപത്തിലൂടെയെല്ലാം പോകേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കർമ്മങ്ങളിലൂടെയെല്ലാം ചെയ്ത് തൻ്റെ ഇഷ്ടദേവതയെ പ്രസാദിപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് ആ ദേവതയെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യാൻ സാധ്യമാകുമെന്നുള്ളതാണ് പല കാലങ്ങളായിട്ടുള്ള അനുഭവങ്ങളും പലരിൽ നിന്നുള്ളതായ അറിവുകളുമെല്ലാം അത്തരത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് തെറ്റാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ സാധ്യമല്ല എൻ്റെ ഇതുവരെയുള്ളതായ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ.
സന്തോഷം. ഈ വളരെ സൂക്ഷ്മമായിട്ടുള്ള വിവരണം ഈ പറയുന്ന സബ്ജക്റ്റിൽ കൊടുത്തതിൽ സന്തോഷം. ഒരുപാട് നന്ദിയുണ്ട്. സന്തോഷം.